ദിവസവും രാവിലെ വെറും വയറ്റിലോ അതോ ഇടനേരങ്ങളിലോ നിങ്ങൾ ഈത്തപ്പഴം കഴിക്കാറുണ്ടോ? എങ്കിൽ ഒരു നിമിഷം. നമ്മൾ അമൃത് എന്ന് കരുതി കഴിക്കുന്ന ഈ ചെറിയ പഴം കഴിക്കുന്ന രീതി തെറ്റിയാൽ നിങ്ങളുടെ ശരീരത്തിൽ ഗുണത്തേക്കാളേറെ ദോഷം ചെയ്യുമെന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? വെറുമൊരു മധുരപലഹാരം എന്നതിലുപരി നിങ്ങളുടെ ശരീരത്തിലെ രക്തക്കുഴലുകൾ മുതൽ തലച്ചോറിലെ കോശങ്ങളെ വരെ മാറ്റിമറിക്കാൻ കഴിവുള്ള ഒരു അത്ഭുതമരുന്നാണ് ഈത്തപ്പഴം. പക്ഷേ ഭൂരിഭാഗം മലയാളികളും ഇത് കഴിക്കുന്നത് തെറ്റായ രീതിയിലാണ്. എന്താണ് ആ വലിയ തെറ്റ്? എങ്ങനെയാണ് ഈത്തപ്പഴം യഥാർത്ഥത്തിൽ കഴിക്കേണ്ടത്? ഇത് ശരിക്കും കഴിച്ചാൽ ശരീരത്തിൽ സംഭവിക്കുന്ന ആ ഞെട്ടിക്കുന്ന മാറ്റങ്ങൾ എന്തൊക്കെയാണ്? ഇതൊന്നും അറിയാതെ പോയി ഈത്തപ്പഴം വാങ്ങി കഴിച്ചിട്ട് കാര്യമുണ്ടോ? ഈത്തപ്പഴം എന്ന് കേൾക്കുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിലേക്ക് ഓടിയെത്തുന്നത് ഗൾഫ് നാടുകളും അവിടുത്തെ അറബികളുമാണ്. മരുഭൂമിയിലെ സ്വർണം എന്നാണ് ഈത്തപ്പഴം അറിയപ്പെടുന്നത്. നൂറ്റാണ്ടുകളായി മനുഷ്യൻ തന്റെ ഭക്ഷണക്രമത്തിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള ഒന്നാണ് ഇത്. പണ്ടുകാലത്ത് യുദ്ധത്തിന് പോകുന്ന പടയാളികൾക്ക് ഊർജ്ജം നിലനിർത്താൻ കൊടുത്തുവിട്ടിരുന്നത് ഉണങ്ങിയ ഈത്തപ്പഴമായിരുന്നു എന്ന് ചരിത്രം പറയുന്നു. അത്രയേറെ ശക്തിയുള്ള ഒരു ഭക്ഷണമാണിത്. ഇനി നമുക്കിതിന്റെ അത്ഭുതകരമായ ഗുണങ്ങളിലേക്ക് കടക്കാം. എന്തുകൊണ്ടാണ് ഈത്തപ്പഴത്തെ ഒരു സൂപ്പർ ഫുഡ് എന്ന് വിളിക്കുന്നത്? ഒന്നാമതായി, ഇതൊരു ഇൻസ്റ്റന്റ് എനർജി ബൂസ്റ്ററാണ്. നിങ്ങൾ വല്ലാതെ ക്ഷീണിച്ചിരിക്കുന്ന സമയത്തോ അല്ലെങ്കിൽ വ്യായാമം കഴിഞ്ഞ ഉടനെയോ 1-2 ഈത്തപ്പഴം കഴിച്ചു നോക്കൂ. ഇതിലടങ്ങിയിരിക്കുന്ന നാച്ചുറൽ ഷുഗറുകളായ ഗ്ലൂക്കോസ്, ഫ്രക്ടോസ്, സുക്രോസ് എന്നിവ രക്തത്തിലേക്ക് വേഗത്തിൽ ആഗിരണം ചെയ്യപ്പെടുകയും ഉടനടി നമുക്ക് ഊർജ്ജം നൽകുകയും ചെയ്യുന്നു. വൈകുന്നേരങ്ങളിൽ ചായക്കൊപ്പം എണ്ണപ്പലഹാരങ്ങൾ കഴിക്കുന്നതിന് പകരം 2 ഈത്തപ്പഴം കഴിക്കുന്നത് ശീലമാക്കിയാൽ അത് നിങ്ങളുടെ ആരോഗ്യത്തിൽ വരുത്തുന്ന മാറ്റം വലുതായിരിക്കും. രണ്ടാമത്തെ കാര്യം, മലബന്ധം എന്ന പ്രശ്നത്തെ ഇത് എന്നേക്കുമായി ഇല്ലാതാക്കുന്നു. ഇന്നത്തെ കാലത്ത് കുട്ടികൾ മുതൽ മുതിർന്നവർ വരെ നേരിടുന്ന പ്രധാന പ്രശ്നമാണ് മലബന്ധം. ഇതിന് പ്രധാന കാരണം ഭക്ഷണത്തിൽ ഫൈബർ അഥവാ നാരുകൾ കുറവായതാണ്. ഈത്തപ്പഴം ഫൈബറിന്റെ ഒരു കലവറയാണ്. ഇത് കുടലിലെ ചലനങ്ങളെ സുഗമമാക്കുകയും ദഹനപ്രക്രിയ കൃത്യമാക്കുകയും ചെയ്യുന്നു. രാത്രി കിടക്കുന്നതിന് മുൻപ് 2 ഈത്തപ്പഴം പാലിൽ കുതിർത്ത് കഴിക്കുന്നത് രാവിലെ സുഖകരമായ ശോധനയ്ക്ക് സഹായിക്കും. ഇവിടെ ഒരു കാര്യം പ്രത്യേകം ഓർമ്മിപ്പിക്കട്ടെ. നിങ്ങൾക്ക് ഈ വീഡിയോയിലെ വിവരങ്ങൾ ഉപകാരപ്രദമായി തോന്നുന്നുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും താഴെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യാനും മറക്കരുത്. നിങ്ങൾ നൽകുന്ന ഓരോ ലൈക്കും ഇത്തരം അറിവുകൾ കൂടുതൽ ആളുകളിലേക്ക് എത്തിക്കാൻ എന്നെ സഹായിക്കും. അടുത്തതായി നമ്മുടെ ഹൃദയത്തിന്റെ കാര്യമാണ്. ഹൃദയാഘാതം ഇന്ന് പ്രായഭേദമന്യേ എല്ലാവരിലും കണ്ടുവരുന്നു. ഈത്തപ്പഴത്തിൽ പൊട്ടാസ്യം ധാരാളമായി അടങ്ങിയിട്ടുണ്ട്. അതേസമയം സോഡിയം വളരെ കുറവുമാണ്. ഈ കോമ്പിനേഷൻ രക്തസമ്മർദ്ദം നിയന്ത്രിക്കാൻ സഹായിക്കുന്നു. രക്തക്കുഴലുകളിൽ കൊഴുപ്പ് അടിഞ്ഞുകൂടുന്നത് തടയാനും അതുവഴി സ്ട്രോക്ക്, ഹൃദയസ്തംഭനം എന്നിവയ്ക്കുള്ള സാധ്യത കുറയ്ക്കാനും ഈത്തപ്പഴം സഹായിക്കുമെന്ന് പഠനങ്ങൾ തെളിയിക്കുന്നു. ഇതിലടങ്ങിയിരിക്കുന്ന മഗ്നീഷ്യം രക്തക്കുഴലുകളെ വികസിക്കാൻ സഹായിക്കുന്നതുവഴി രക്തയോട്ടം സുഗമമാക്കുന്നു. സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം ഈത്തപ്പഴം ഒരു അനുഗ്രഹമാണ്. വിളർച്ച അഥവാ അനീമിയ ഉള്ളവർക്ക് ഇതൊരു ഉത്തമ മരുന്നാണ്. ഇരുമ്പ് സത്ത് ധാരാളമായി അടങ്ങിയിട്ടുള്ളതിനാൽ ദിവസവും ഈത്തപ്പഴം കഴിക്കുന്നത് ഹീമോഗ്ലോബിന്റെ അളവ് വർദ്ധിപ്പിക്കാൻ സഹായിക്കും. ഗർഭിണികൾക്കും ഈത്തപ്പഴം വളരെ നല്ലതാണ്. ഗർഭകാലത്ത് ആവശ്യമായ ഫോളിക് ആസിഡ് ഇതിൽ അടങ്ങിയിട്ടുണ്ട്. കൂടാതെ ഗർഭകാലത്തിന്റെ അവസാന മാസങ്ങളിൽ ദിവസവും 6 ഈത്തപ്പഴം വീതം കഴിക്കുന്നത് പ്രസവം എളുപ്പമാക്കാനും പ്രസവസമയത്തെ വേദന കുറയ്ക്കാനും സഹായിക്കുമെന്ന് ചില ഗവേഷണങ്ങൾ സൂചിപ്പിക്കുന്നു. ഇനി പുരുഷന്മാരുടെ കാര്യമെടുത്താലോ? പുരുഷന്മാരിലെ ലൈംഗിക ആരോഗ്യം മെച്ചപ്പെടുത്താൻ ഈത്തപ്പഴം പരമ്പരാഗതമായി ഉപയോഗിച്ചുവരുന്നു. ഇതിൽ അടങ്ങിയിരിക്കുന്ന അമിനോ ആസിഡുകൾ സ്റ്റാമിന വർദ്ധിപ്പിക്കാനും പ്രത്യുൽപാദനശേഷി മെച്ചപ്പെടുത്താനും സഹായിക്കുന്നു. പണ്ടുകാലം മുതൽക്കേ ഈത്തപ്പഴവും ആട്ടിൻപാലും ചേർത്തുള്ള മിശ്രിതം ഇതിനായി ഉപയോഗിക്കാറുണ്ട്. നമ്മുടെ എല്ലുകളുടെ ബലത്തിനും ഈത്തപ്പഴം കേമനാണ്. ഇതിലടങ്ങിയിരിക്കുന്ന കാൽസ്യം, ഫോസ്ഫറസ്, മഗ്നീഷ്യം എന്നിവ എല്ലുകളുടെ സാന്ദ്രത വർദ്ധിപ്പിക്കുന്നു. പ്രായമാകുമ്പോൾ ഉണ്ടാകുന്ന ഓസ്റ്റിയോപോറോസിസ് പോലുള്ള രോഗങ്ങളെ ചെറുക്കാൻ ഇത് സഹായിക്കും. കുട്ടികൾക്ക് വളർച്ചാഘട്ടത്തിൽ ഈത്തപ്പഴം നൽകുന്നത് അവരുടെ എല്ലുകളെയും പല്ലുകളെയും ബലമുള്ളതാക്കും. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം നമ്മുടെ പ്രതിരോധശേഷിയാണ്. ഈത്തപ്പഴത്തിൽ ധാരാളം ആന്റി ഓക്സിഡന്റുകൾ അടങ്ങിയിട്ടുണ്ട്. ഫ്ലേവനോയിഡുകൾ, കരോട്ടിനോയിഡുകൾ, ഫിനോളിക് ആസിഡ് എന്നിവ ഇതിലുണ്ട്. ഇവ ശരീരത്തിലെ കോശങ്ങൾക്ക് നാശമുണ്ടാക്കുന്ന ഫ്രീ റാഡിക്കലുകളെ നശിപ്പിക്കുകയും ക്യാൻസർ പോലുള്ള മാരക രോഗങ്ങളിൽ നിന്ന് ശരീരത്തെ സംരക്ഷിക്കുകയും ചെയ്യുന്നു. കൂടാതെ ശരീരത്തിലെ വീക്കം കുറയ്ക്കാനും ഇത് സഹായിക്കുന്നു. തലച്ചോറിന്റെ പ്രവർത്തനത്തിനും ഈത്തപ്പഴം നല്ലതാണ്. പഠിക്കുന്ന കുട്ടികൾക്ക് ഈത്തപ്പഴം കൊടുക്കുന്നത് അവരുടെ ഓർമ്മശക്തി വർദ്ധിപ്പിക്കാനും ഏകാഗ്രത കൂട്ടാനും സഹായിക്കും. തലച്ചോറിലെ കോശങ്ങളിൽ പ്ലേക്ക് രൂപപ്പെടുന്നത് തടഞ്ഞ് അൽഷിമേഴ്സ് പോലുള്ള രോഗങ്ങളെ തടയാൻ ഇതിന് കഴിവുണ്ടെന്ന് പറയപ്പെടുന്നു. എന്നാൽ ഇത്രയൊക്കെ ഗുണങ്ങളുണ്ടെങ്കിലും ഈത്തപ്പഴം കഴിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. അമിതമായാൽ അമൃതും വിഷം എന്ന് പറയുന്നത് പോലെയാണ് ഇതും. ഈത്തപ്പഴത്തിൽ കലോറി വളരെ കൂടുതലാണ്. 100 ഗ്രാം ഈത്തപ്പഴത്തിൽ ഏകദേശം 277 കലോറി അടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് തടി കുറയ്ക്കാൻ ആഗ്രഹിക്കുന്നവർ അളവ് നിയന്ത്രിക്കണം. ദിവസവും 2-3 എണ്ണത്തിൽ കൂടുതൽ കഴിക്കുന്നത് വിപരീത ഫലം ചെയ്തേക്കാം. അതുപോലെ പ്രമേഹ രോഗികൾ ഈത്തപ്പഴം കഴിക്കാമോ എന്നത് വലിയൊരു സംശയമാണ്.
ഈത്തപ്പഴത്തിന് ഗ്ലൈസമിക് ഇൻഡെക്സ് കുറവാണെങ്കിലും ഇതിൽ മധുരം കൂടുതലായതിനാൽ ഷുഗർ ലെവൽ പെട്ടെന്ന് കൂടാൻ സാധ്യതയുണ്ട്. അതിനാൽ പ്രമേഹമുള്ളവർ ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം മാത്രം വളരെ കുറഞ്ഞ അളവിൽ 1-2 കഴിക്കുന്നതാണ് നല്ലത്. ഈത്തപ്പഴത്തിന്റെ കുരു പോലും വെറുതെ കളയേണ്ട ഒന്നല്ല. ഈത്തപ്പഴത്തിന്റെ കുരു ഉണക്കിപ്പൊടിച്ച് കാപ്പിപ്പൊടിക്ക് പകരമായി ഉപയോഗിക്കുന്നവരുണ്ട്. ഇത് ഡേറ്റ് സീഡ് കോഫി എന്നറിയപ്പെടുന്നു. ഇതിൽ കഫീൻ ഇല്ല എന്ന് മാത്രമല്ല, ധാരാളം ആന്റി ഓക്സിഡന്റുകൾ അടങ്ങിയിട്ടുമുണ്ട്. ശരീരഭാരം കൂട്ടാൻ ആഗ്രഹിക്കുന്നവർക്ക് ഈത്തപ്പഴം ഒരു വരദാനമാണ്. ഇതിൽ കുക്കുംബർ ചേർത്ത് കഴിക്കുന്നത് ശരീരഭാരം വർദ്ധിപ്പിക്കാൻ സഹായിക്കുമെന്ന് പ്രവാചക വൈദ്യത്തിൽ പോലും പരാമർശിക്കുന്നുണ്ട്. അതുപോലെ നെയ്യിൽ വറുത്ത ഈത്തപ്പഴം കുട്ടികൾക്ക് കൊടുക്കുന്നത് അവർക്ക് നല്ല പുഷ്ടിയുണ്ടാകാൻ സഹായിക്കും. ചർമ്മത്തിന്റെ ആരോഗ്യത്തിനും ഇത് മികച്ചതാണ്. വിറ്റാമിൻ സി, വിറ്റാമിൻ ഡി എന്നിവ ഇതിൽ അടങ്ങിയിരിക്കുന്നതിനാൽ ചർമ്മത്തിലെ ചുളിവുകൾ വീഴുന്നത് തടയാനും ചർമ്മത്തിന് തിളക്കം നൽകാനും ഇത് സഹായിക്കും. മുടി കൊഴിച്ചിൽ തടയാനും മുടി നന്നായി വളരാനും ഇതിലെ ഇരുമ്പ് സത്ത് സഹായിക്കുന്നു. ഈത്തപ്പഴം കഴിക്കാൻ ഏറ്റവും അനുയോജ്യമായ സമയം എപ്പോഴാണ്? രാവിലെ വെറും വയറ്റിൽ കഴിക്കുന്നതുവഴി ദിവസം മുഴുവൻ ഊർജ്ജം നിലനിർത്താൻ സഹായിക്കും. വർക്കൌട്ടിന് മുൻപ് കഴിക്കുന്നത് പെർഫോമൻസ് മെച്ചപ്പെടുത്തും. രാത്രി കിടക്കുന്നതിന് മുൻപ് കഴിക്കുന്നത് ദഹനത്തിനും നല്ല ഉറക്കത്തിനും സഹായിക്കും. എന്നാൽ ഭക്ഷണം കഴിച്ച ഉടനെ ഈത്തപ്പഴം കഴിക്കുന്നത് ഒഴിവാക്കുക. ഇത് ചിലപ്പോൾ ദഹനത്തെ ബാധിച്ചേക്കാം. ഈത്തപ്പഴം തിരഞ്ഞെടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം, ഒട്ടിപ്പിടിക്കുന്ന അമിതമായി തിളങ്ങുന്നവ ഒഴിവാക്കി ഡ്രൈ ആയ അല്ലെങ്കിൽ നാച്ചുറൽ ആയവ തിരഞ്ഞെടുക്കാൻ ശ്രമിക്കുക. അജ്വ, മെജ്ദൂൽ തുടങ്ങിയ ഇനങ്ങൾ ഗുണനിലവാരത്തിൽ മുന്നിട്ട് നിൽക്കുന്നവയാണ്. വില അല്പം കൂടിയാലും നല്ല ക്വാളിറ്റിയുള്ളത് നോക്കി വാങ്ങുക. ചുരുക്കത്തിൽ പ്രകൃതി നമുക്ക് നൽകിയ ഏറ്റവും മികച്ച സമ്മാനങ്ങളിലൊന്നാണ് ഈത്തപ്പഴം. അത് വെറുമൊരു മധുരമല്ല, മറിച്ച് പോഷകങ്ങളുടെ ഒരു കലവറയാണ്. ശരിയായ രീതിയിൽ മിതമായ അളവിൽ കഴിച്ചാൽ അത് നിങ്ങളുടെ ആരോഗ്യത്തിൽ അത്ഭുതങ്ങൾ സൃഷ്ടിക്കും. നിങ്ങൾ ദിവസവും എത്ര ഈത്തപ്പഴമാണ് കഴിക്കാറുള്ളത്? അതുപോലെ നിങ്ങൾക്കിഷ്ടപ്പെട്ട ഈത്തപ്പഴത്തിന്റെ ഇനം ഏതാണെന്ന് താഴെ കമന്റ് ചെയ്യാൻ മറക്കരുതേ. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക. ആരോഗ്യമുള്ള ഒരു ശരീരം തന്നെയാണ് ഏറ്റവും വലിയ സമ്പത്ത്. നല്ല ഭക്ഷണം കഴിക്കുക, ആരോഗ്യം സംരക്ഷിക്കുക. മറ്റൊരു ഉപകാരപ്രദമായ വീഡിയോയുമായി വീണ്ടും കാണാം. നന്ദി.